വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കറായ അപ്സ്റ്റോക്സിൻ്റെ ഡിഫറെൻറ്റ് ഓർഡർ ടൈപ്സിൻ്റെ ഒരു റിവ്യൂവും ലൈവ് ഡെമോയുമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്സ്റ്റോക്സിൻ്റെ ഫീച്ചേഴ്സും ചാർജസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഞാൻ പ്രീവിയസ്ലി ഒരു എപ്പിസോഡിൻ്റെ അകത്ത് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ആ എപ്പിസോഡ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന് ഡെസ്ക്ടോപ്പിലായാലും മൊബൈലിലായാലും സെയിം യൂസർ ഇൻ്റർഫേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മൊബൈലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പും ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാനായിട്ട് അപ്സ്റ്റോക്സിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ബെറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് ബിഗ് സ്ക്രീനിൽ കാണുക. ഇനി നിങ്ങൾ ഈ എപ്പിസോഡ് ഒരു മൊബൈൽ ഡിവൈസിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ സെറ്റിംഗ്സ് HD മാറ്റുക. ഈ എപ്പിസോഡ് ഞാൻ 2 പാർട്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ അപ്സ്റ്റോക്സിൻ്റെ ഡിഫറെൻറ്റ് ഓർഡർ ടൈപ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ ഈ ഓർഡർ ടൈപ്സിൻ്റെ ഒക്കെ ഒരു ആക്ച്വൽ ഡെമോയുമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഈ എപ്പിസോഡ് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, അതുപോലെ അപ്കമിങ് എപ്പിസോഡും മിസ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, നമ്മൾ അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ അപ്സ്റ്റോക്സ് പ്രോയിൽ ലോഗിൻ ചെയ്യുമ്പം നമുക്ക് കുറേ ഓർഡർ ടൈപ്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്, മാർക്കറ്റ് ഓർഡർ ഉണ്ട്, OCO ഓർഡർ ഉണ്ട്, CO ഓർഡർ ഉണ്ട്, അങ്ങനെ കുറേ. സോ ഈ ഓപ്ഷൻസ് ഒക്കെ എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഇതാണ് അപ്സ്റ്റോക്സ് പ്രോയുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇത് അപ്സ്റ്റോക്സ് പ്രോ 3 ആണ്. ഞാൻ ഇവരുടെ വേർഷൻ 2 ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഒരു പ്രീവിയസ് എപ്പിസോഡിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ അതിൽ ഞാൻ അപ്സ്റ്റോക്സിൻ്റെ ഡാഷ്ബോർഡും വാച്ച് ലിസ്റ്റും ഓർഡേഴ്സും പൊസിഷൻസും ഹോൾഡിങ്സും ഫണ്ട് ട്രാൻസ്ഫറും സെറ്റിംഗ്സ് എല്ലാം ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ആ എപ്പിസോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് അപ്സ്റ്റോക്സിൻ്റെ വാച്ച് ലിസ്റ്റ്. ഞാനിപ്പം ഇതിലോട്ട് ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ശോഭ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ശോഭയുടെ NSEയുടെയും BSEയുടെയും സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പം NSE ആണ് ആഡ് ചെയ്യുന്നത്. സോ ആ സിമ്പിൾ ടോപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി എനിക്കത് ഡ്രാഗ് ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള പ്ലേസിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ വാച്ച് ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന സ്റ്റോക്സ് നമുക്ക് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് അനുസരിച്ചോ, അല്ലെങ്കിൽ അവരുടെ ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ചിട്ടോ, അല്ലെങ്കിൽ പ്രൈസ് അനുസരിച്ചോ നമുക്ക് സോർട്ട് ചെയ്യാനും പറ്റും. ഇനി ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ITC ആണ്. സോ ITCയുടെ സിമ്പിളിൻ്റെ മുകളിൽ നമ്മൾ മൗസ് വെക്കുമ്പോഴത്തേക്ക് ബൈ ഉണ്ട്, സെല്ലുണ്ട്, സിമ്പിൾ ഇൻഫോ ഉണ്ട്, ഓപ്ഷൻ ചെയിൻ ഉണ്ട്, പിന്നെ മോറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചാർട്ട്സും പിൻ ടു ടിക്കറും റിമൂവ് ഫ്രം വാച്ച് ലിസ്റ്റും ഉണ്ട്. ആദ്യം തന്നെ ഞാൻ ITCയുടെ ചാർട്ട് ചെക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ITCയുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലൈനോ ഏരിയയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാനും പറ്റും. ഇനി എനിക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ബൈയിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ സിമ്പിൾ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ITCയുടെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ നമുക്ക് മാർക്കറ്റ് സ്റ്റാറ്റ്സും കാണാം, മാർക്കറ്റ് ഡെപ്തും കാണാം, പിന്നെ ഓർഡർ വല്ലതും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, പിന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കാണാൻ പറ്റും. സോ ഞാനിപ്പം ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ ബൈ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് അപ്സ്റ്റോക്സിൻ്റെ ഓർഡർ പ്ലേസ്മെൻറ്റ് വിൻഡോ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആണ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോക്ക് എത്ര എണ്ണം വാങ്ങിക്കണം എന്നുള്ളതാണ്. ഇപ്പം ITC ആണെങ്കിൽ ITCയുടെ ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ ഞാനിവിടെ 1 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പം 10 എണ്ണമാണ് വാങ്ങിക്കേണ്ടതെങ്കിൽ 10 എണ്ണം എൻ്റർ ചെയ്യുക. ഇനി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഉണ്ട്, ഇൻട്രാഡേ ഉണ്ട്. ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ട് അത് ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ട് അന്ന് തന്നെ എക്സിറ്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഇൻട്രാഡേയോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ പ്രോഡക്റ്റ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇനി ഇൻട്രാഡേ ആണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവത്തില്ല, കാരണം നമ്മൾ അതിനു മുമ്പേ തന്നെ എക്സിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഡെലിവറി ഓർഡർ ആണെങ്കിൽ നമുക്ക് ഏത് സ്റ്റോക്കാണോ വാങ്ങിക്കേണ്ടത് ആ സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള ഫുൾ ക്യാഷും നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണണം. പക്ഷേ ഇൻട്രാഡേ ആണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂവിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് മാത്രം നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കണ്ടാൽ മതി. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം ITC ആണെങ്കിൽ ITCയുടെ ലെവറേജ് ഇപ്പം 10 ടൈംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ മാത്രം നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കണ്ടാൽ മതി. അത് ഓരോ സ്റ്റോക്കിനും ഡിഫറെൻ്റ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ക്വാളിറ്റിയും അതുപോലെ ആ സ്റ്റോക്കിൻ്റെ ലിക്വിഡിറ്റിയാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റി ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും കോംപ്ലക്സിറ്റിയിൽ സിമ്പിൾ ഓർഡറും ഉണ്ട്, AMO ഓർഡറും ഉണ്ട്. സിമ്പിൾ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് അവേഴ്സിൽ പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സിനാണ് സിമ്പിൾ ഓർഡർ എന്ന് പറയുന്നത്. AMO എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറാണ്. അതായത് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഓർഡർ പ്ലേസ് ചെയ്തിടാൻ പറ്റും. സോ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സിനാണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സിനോ അല്ലെങ്കിൽ AMO ഓർഡേഴ്സിനോ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഡെമോ ചെയ്യുന്നത് മാർക്കറ്റ് അവേഴ്സിലാണ്. ഇപ്പം ഞാനിത് ചെയ്യുന്നത് രാത്രിയിലാണെങ്കിൽ ഞാൻ രാത്രിയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കൊരു ഓർഡർ പ്ലേസ് ചെയ്തിടാൻ പറ്റും. സോ പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പം ആ ഓർഡർ പ്ലേസ്ഡ് ആവും.
ഇനി നമ്മൾ പ്രോഡക്റ്റ് ഇൻട്രാഡേ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓർഡർ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ഉണ്ട്, കവർ ഓർഡർ ഉണ്ട്, OCO ഉണ്ട്, AMO ഉണ്ട്. സിമ്പിൾ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് അവേഴ്സിൽ പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സിനാണ് സിമ്പിൾ ഓർഡർ എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സിറ്റി സിമ്പിൾ സെലക്ട് ചെയ്യുമ്പം നമുക്ക് 4 ഓർഡർ ടൈപ്സ് അവൈലബിൾ ആണ്. മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഏതാണോ ആ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ സ്റ്റോക്കിനായിരിക്കും നമ്മൾ അക്വയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ITCയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 198.5 ആണ്. സോ ഞാനിപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റിക്ക് ബൈ ഓർഡർ കൊടുക്കുകയാണ്, മാർക്കറ്റ് ഓർഡറിൽ കൊടുക്കുകയാണെങ്കിൽ ആ പ്രൈസിനായിരിക്കും ആ സ്റ്റോക്ക് അക്വയർ ആവുന്നത്. ഒരു മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പം ഒരു സ്റ്റോക്ക് നമുക്ക് എത്ര രൂപയ്ക്കായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് നേരത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക, അതിന് സിമ്പിൾ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് സ്റ്റാറ്റ്സ് കാണാം, അതിൻ്റെ താഴെ മാർക്കറ്റ് ഡെപ്ത് കാണാം. അപ്പം ഇതിൽ ബിഡ് പ്രൈസ് ഉണ്ട്, ആസ്ക് പ്രൈസ് ഉണ്ട്. ഞാനിപ്പം ഈ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനാണ് പോകുന്നത്, അപ്പം ആസ്ക് പ്രൈസ് ആണ് നോക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 198.35 ആണ്, അതായത് അതാണ് ബെസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. സോ ഞാനിപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റി ബൈ ഓർഡർ പ്ലേസ് ചെയ്യാണ് മാർക്കറ്റ് ഓർഡറിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്ന ആദ്യത്തെ പ്രൈസിലായിരിക്കും എനിക്ക് സ്റ്റോക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ ഓഫർ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റിയേക്കാളും കൂടുതൽ ഞാൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ പ്രൈസിനായിരിക്കും പിന്നത്തെ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നത്. ഇനി ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രൈസിൽ ആ സ്റ്റോക്ക് എത്തുമ്പോൾ മാത്രമേ ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ITCയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 198.15 ആണ്. ഞാനിപ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ കൊടുക്കുന്നത് 195 ഇന്നത്തെ ദിവസം 195 എത്തിയാൽ മാത്രമേ ആ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അടുത്തത് ഡിസ്ക്ലോസ് ക്വാണ്ടിറ്റി ആണ്. സപ്പോസ് എനിക്ക് 1000 ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കേണ്ടതെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഓർഡർ പ്ലേസ്മെൻറ്റ് 100ൻ്റെ മൾട്ടിപ്പിൾസിലാക്കാം. സോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റിയിൽ ഞാൻ 100 എൻ്റർ ചെയ്യും. ഇങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 1000 ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കേണ്ടത്, പക്ഷേ ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി 100 ആണെങ്കിൽ ഒരു 100 ആയിട്ടായിരിക്കും ആദ്യത്തെ ഓർഡർ പ്ലേസ് ആവുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 100 പ്ലേസ് ആവും, പിന്നെ അടുത്തതാവും, അങ്ങനെ 1000 വരെ അത് എക്സിക്യൂട്ട് ആവും. സോ 1000 ഷെയർസ് ഞാൻ അക്വയർ ചെയ്യുന്നത് 100ൻ്റെ 10 ഓർഡറായിട്ടായിരിക്കും. അടുത്തത് വാലിഡിറ്റി ആണ്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറിൻ്റെ വാലിഡിറ്റി ആണ്. ഇതിൽ ഡേ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പം ഇന്നൊരു ബൈ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആകുന്നിടം വരെ ആ ഓർഡർ ആക്റ്റീവ് ആയിരിക്കും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആയിട്ടില്ലെങ്കിൽ ആ ഓർഡർ ക്യാൻസൽ ആവും. ഇനി IOC എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ എന്നാണ്. IOC സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഓർഡർ പർച്ചേസ് ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ആ സമയത്ത് ഒരു സെല്ലർ ഉണ്ടെങ്കിലേ ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഒരു സെല്ലർ അവൈലബിൾ അല്ലെങ്കിൽ ആ ഓർഡർ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്യാൻസൽ ആവും. ഫോർ എക്സാമ്പിൾ ITCയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 197.9 ആണ്. ഞാനിപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാണ്, ഒരു 10 ക്വാണ്ടിറ്റി 195 ഡെലിവറി ആയിട്ട് ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ എന്ന വാലിഡിറ്റിയിൽ. സോ ഈ ഓർഡർ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ക്യാൻസൽ ആവും. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട്. അതിൻ്റെ റീസണും നിങ്ങൾക്ക് കാണാൻ പറ്റും അൺമാച്ച്ഡ് ഓർഡറാണ്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സെല്ലർ ഇല്ല. സോ ആ ഓർഡർ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ക്യാൻസലായി. ഇനി നമ്മൾ കൊടുത്തിരുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് ഡേ ആയിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നിടം വരെ ഈ ഓർഡർ ആക്റ്റീവ് ആയിരുന്നിരിക്കും. സോ ക്ലോസിംഗ് ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് 195 ഒരു സെല്ലർ ഇല്ലെങ്കിൽ മാത്രമേ ആ ഓർഡർ ക്യാൻസൽ ആവത്തുള്ളൂ. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓർഡർ ടൈപ്സ് ആണ്. സപ്പോസ് എനിക്കൊരു സ്റ്റോക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് 4 ഓപ്ഷൻസ് ആണ്. മാർക്കറ്റ് ഓർഡർ ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ഉണ്ട്. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പം ആ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിനായിരിക്കും ആ സ്റ്റോക്ക് അക്വയർ ചെയ്യുന്നത്. സോ നമ്മൾ ഓർഡർ ടൈപ്പ് മാർക്കറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി മാത്രമാണ്. സെക്കൻഡ് ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓർഡറാണ്. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര രൂപയാണ് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ളതെന്നുള്ളതാണ്. സപ്പോസ് ITCയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ 197.85 ആണ്. പക്ഷേ എനിക്ക് ആ സ്റ്റോക്ക് പ്രൈസ് ഇന്നത്തെ ദിവസം 190 എത്തിയാൽ മാത്രമേ ബൈ ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ ഞാനൊരു ലിമിറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം ലിമിറ്റ് പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് 190 ആണ്. സോ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 190 എത്തുകയാണെങ്കിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. സപ്പോസ് എനിക്ക് തോന്നുവാണ് ഇന്നത്തെ ദിവസം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 200 രൂപയ്ക്ക് മുകളിൽ പോവുകയാണെങ്കിൽ അത് 205 രൂപ വരെ എത്തുമെന്നാണെന്ന് വെച്ചു. പക്ഷേ 200 രൂപ ടച്ച് ചെയ്തില്ലെങ്കിൽ അത് നെഗറ്റീവ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്ലേസ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 197.9 ആണ്. പക്ഷേ എനിക്ക് വാങ്ങിക്കേണ്ട പ്രൈസ് എന്ന് പറഞ്ഞാൽ 200 ആണ്. അതായത് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരു ഹയർ റേറ്റിലാണ് എനിക്ക് അക്വയർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡറാണ്. സോ ഞാൻ ട്രിഗർ ആയിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നത് ഒരു 200 ആയിരിക്കും. അതുപോലെ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ഒരു 201 ആയിരിക്കും. സോ ഞാൻ കൊടുത്തിരിക്കുന്ന ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 200ഉം
പ്രൈസ് എന്ന് പറയുന്നത് 201 ആണ്. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 200 എത്തുമ്പോഴത്തേക്ക് ഈ ഓർഡർ ആക്ടിവേറ്റ് ആവും. സോ 201-ന് ഒരു ലിമിറ്റ് ഓർഡർ എക്സ്ചേഞ്ചിലോട്ട് പ്ലേസ് ആവും. പക്ഷേ ഈ ഓർഡറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 200 രൂപ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 202 രൂപയിലോട്ടാണ് ഈ സ്റ്റോക്ക് പ്രൈസ് പോകുന്നതെങ്കിൽ എൻ്റെ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവത്തില്ല. അല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം 202 എത്തിയിട്ട് പിന്നെയും 201 എത്തിയാൽ മാത്രമേ ഈ ഓർഡർ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ട്രിഗർ പ്രൈസ് 200 ആണെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് അതുമായിട്ട് ക്ലോസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ട്രിഗർ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 200 എത്തിയിട്ട് പിന്നെ 201 എത്തിക്കഴിഞ്ഞ് അതിന് പിന്നെ 205-ലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടാനായിട്ട് പ്ലേസ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറാണ്. സോ ഇങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 200 എത്തുമ്പോഴത്തേക്ക് ഒരു മാർക്കറ്റ് ഓർഡർ ആയിരിക്കും പ്ലേസ് ആവുന്നത്. സോ 200 കഴിഞ്ഞിട്ട് 201 ആയാലും 200.05 ആയാലും ഒരു ഓർഡർ പ്ലേസ് ആവും നമ്മുടെ മാർക്കറ്റ് ഓർഡറിൽ ആ സ്റ്റോക്ക് അക്വയർ ചെയ്യാനായിട്ട്. സോ അങ്ങനെയാണെങ്കിൽ ആ ഓർഡർ എക്സിക്യൂഷൻ ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ്. ഇത്രയും ട്രേഡ് ഓപ്ഷൻസ് ആണ് നമ്മൾ ഡെലിവറി ട്രേഡ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇൻട്രാഡേ ട്രേഡ്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻട്രാഡേ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും ഓർഡർ ടൈപ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ. പക്ഷേ കോംപ്ലക്സിറ്റി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സിമ്പിൾ ഓർഡർ ഉണ്ട്, കവർ ഓർഡർ ഉണ്ട്, OCO ഓർഡർ ഉണ്ട്, AMO ഓർഡർ ഉണ്ട്. AMO എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അത് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറാണ്. അതെന്ന് പറയുന്നത് ഒരു ഇൻട്രാഡേ പ്രോഡക്റ്റ് അല്ല. പക്ഷേ അപ്സ്റ്റോക്സ് AMO ഓർഡേഴ്സിനെ ഇൻട്രാഡേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു അതൊന്നെങ്കിലും ഒരു മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ ഇവരുടെ ഓർഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത്ര ഓർഗനൈസ്ഡ് അല്ല. ഇനി സിമ്പിൾ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഡിഫോൾട്ട് ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓർഡർ ടൈപ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഉണ്ട്, ലിമിറ്റ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഉണ്ട്. സോ അതെല്ലാം വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെയാണ്. ഇനി നമ്മൾ കോംപ്ലക്സിറ്റി CO സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് കവർ ഓർഡർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡും കൂടെ വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് മാർക്കറ്റ് ഓർഡർ ആണെങ്കിലും ലിമിറ്റ് ഓർഡർ ആണെങ്കിലും ആ സ്റ്റോപ്പ് ലോസിൻ്റെ ഫീൽഡ് അവിടെ കാണിച്ചിട്ടുണ്ട്. കവർ ഓർഡറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 198.25 അല്ലെങ്കിൽ 0.30 ആണ്. സപ്പോസ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് എനിക്കത് ഇന്നത്തെ ദിവസം 195 എത്തുവാണെങ്കിൽ എക്സിറ്റും ചെയ്യണമെന്ന് വെച്ചു. അതായത് ഞാൻ വിശ്വസിക്കുന്നത് ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 195 എബോവ് ആണെങ്കിൽ അത് ബുള്ളിഷ് ആണ്, 195 താഴെ പോവുകയാണെങ്കിൽ അത് ബെയറിഷും ആണെങ്കിൽ ഞാൻ പ്ലേസ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു കവർ ഓർഡറാണ്. അപ്പോൾ ഓർഡർ ടൈപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഓർഡറും ആകാം, ലിമിറ്റ് ഓർഡറും ആകാം. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റോക്ക് പ്രൈസ് 198.05 ആണ്. ആ പ്രൈസിൽ തന്നെ അക്വയർ ചെയ്യുകയും ചെയ്യും. ഞാനിപ്പം സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു 195 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം 195 എത്തുവാണെങ്കിൽ അത് എക്സിറ്റും ആകും. അതായത് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ 198 3 രൂപ ലോസ് ബുക്ക് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റും ചെയ്യും. ഇനി എനിക്ക് പർച്ചേസ് ചെയ്യേണ്ടത് മാർക്കറ്റ് പ്രൈസിലല്ല, ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രൈസിലാണെങ്കിൽ എനിക്ക് 196 ഒരു പ്രൈസ് കൊടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് 195 വെക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 196 എത്തുകയാണെങ്കിൽ എൻ്റെ ബൈ ഓർഡർ കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 195 എത്തുവാണെങ്കിൽ ആ പൊസിഷൻ എക്സിറ്റ് ആവുകയും ചെയ്യും. അതായത് 1 രൂപ ലോസ് ബുക്ക് ചെയ്തിട്ട് ആ ട്രേഡ് എക്സിറ്റ് ആവും. ഇനി അടുത്ത ഓർഡർ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ OCO ഓർഡറാണ്. OCO എന്ന് പറഞ്ഞാൽ 1 ക്യാൻസൽ അതർ എന്നാണ്. അതിനെ തന്നെയാണ് നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ എന്നും വിളിക്കുന്നത്. ബ്രാക്കറ്റ് ഓർഡറിൻ്റെ അല്ലെങ്കിൽ OCO ഓർഡറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ കവർ ഓർഡറിൻ്റെ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനാണ്. കവർ ഓർഡറിൽ നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് ലോസ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത സ്റ്റോക്കിന് ഒരു പ്രോഫിറ്റാണ് വരുന്നതെങ്കിൽ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കവർ ഓർഡറിനില്ല. അത് നമ്മൾ മാനുവലി ചെയ്യണം. ആ ഒരു പ്രശ്നമാണ് OCO ഓർഡർ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓർഡർ സോൾവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ITCയുടെ സ്റ്റോക്ക് 198 വാങ്ങിക്കുകയാണെങ്കിൽ എനിക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം, അതുപോലെ ഒരു ടാർഗറ്റും സെറ്റ് ചെയ്യണം. സോ ഇങ്ങനൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 198 എത്തുമ്പം അക്വയർ ആവുകയും ചെയ്യും. അതുപോലെ അത് 198 നിന്ന് 197 എത്തിയാലോ അല്ലെങ്കിൽ 199 എത്തിയാലോ അത് എക്സിറ്റും ആവും. സോ ഒറ്റ ഒരു ഓർഡർ പ്ലേസ്മെൻറ്റിലൂടെ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം, ടാർഗറ്റും സെറ്റ് ചെയ്യാം. ഇനി OCO ഓർഡറിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഫിക്സ്ഡും ആകാം, ട്രെയിലിങ്ങും ആകാം. ഞാനിപ്പം ട്രെയിലിങ് കൊടുക്കുകയാണെങ്കിൽ സപ്പോസ് ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 198 എത്തിയിട്ട് ഞാൻ അക്വയർ ചെയ്തെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ ഞാനിപ്പോൾ ഒരു 1 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 0.05 ആണ്. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 198 ഞാൻ അക്വയർ ചെയ്തിട്ട് ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 198.05 എത്തുവാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 197 പകരം 197.05 ആകും.
സോ അത് കഴിഞ്ഞ് 198 കഴിഞ്ഞിട്ട് 199 ആണ് സ്റ്റോക്ക് പ്രൈസ് എത്തുന്നതെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അപ്പം 197 എന്നുള്ളത് 198 ആകും. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യും, ആ സ്റ്റോക്ക് പിന്നെയും മുകളിലോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുകയും ചെയ്യാം. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ ഞാനിവിടെ 1 എന്ന് ഡെമോ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇവിടെ ആക്ച്വലി മിനിമം എന്ന് പറഞ്ഞാൽ 20 ആണ്, അതായത് 1 രൂപയാണ് മിനിമം ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. സോ 20 എന്ന് കൊടുത്താൽ ട്രെയിലിംഗ് ടിക്ക് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 198 നിന്ന് 199 എത്തിയാൽ മാത്രമേ സ്റ്റോപ്പ് ലോസ് 197 നിന്ന് 198 ആവത്തുള്ളൂ. ഇത്രയും ഓപ്ഷൻസ് ആണ് അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ അപ്സ്റ്റോക്സ് പ്രോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറയുന്നത് സെറോദയാണ്. അപ്സ്റ്റോക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കർ ആണെന്ന് മാത്രമല്ല, ടോപ്പ് 5 ബ്രോക്കേഴ്സ് എടുത്താലും അതിൽ അപ്സ്റ്റോക്സ് ഉണ്ട്. നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ ഇപ്പം സെറോദയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൻ്റെ അത് സെറോദയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഓർഡർ ടൈപ്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ആ എപ്പിസോഡ് കാണുക. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ ഈ ഓർഡർ ടൈപ്സിൻ്റെ ഒക്കെ ഒരു ആക്ച്വൽ ഡെമോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഏത് സ്റ്റോക്ക് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് താഴെ ഒരു കമൻ്റ് ആയിട്ട് ഷെയറും ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.